Hi all, I am Arun Sivan. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന കാര്യം ക്യാമറ സെൻസറുകളെക്കുറിച്ചാണ്. എന്താണ് ക്യാമറ സെൻസർ? ക്യാമറ സെൻസർ എന്ന് പറയുന്നത് ക്യാമറ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റ് ആണ് ക്യാമറ സെൻസർ എന്ന് പറയുന്നത്. ഇത് ഷട്ടറിൻ്റെ പുറകിലായിട്ടാണ്, അതായത് ക്യാമറ ബോഡിയിൽ ഷട്ടറിൻ്റെ പുറകിലായിട്ടാണ് ഈ ക്യാമറ സെൻസർ സ്ഥിതി ചെയ്യുന്നത്. ഈ ക്യാമറ സെൻസറിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ക്യാമറയുടെ ഉള്ളിലേക്ക് ഷട്ടർ ഓപ്പൺ ആയി കൊടുക്കുമ്പോൾ ഷട്ടർ റിലീസിംഗ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഷട്ടർ ഓപ്പൺ ആയി കൊടുക്കുകയും ഈ ലൈറ്റ് വന്ന് ക്യാമറ സെൻസറിലാണ് പതിക്കുന്നത്. ഈ ക്യാമറ സെൻസറിൽ പതിക്കുമ്പോൾ ഈ ലൈറ്റ് റേസിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഡ്യൂട്ടിയാണ് സെൻസർ ചെയ്യുന്നത്. ഈ സെൻസർ ചെയ്യുന്ന പ്രവർത്തനത്തെ ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം. ഈ ക്യാമറയുടെ സെൻസർ നമ്മൾ ആദ്യം ഒന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ള നല്ല രസകരമായ ഒരു പ്ലേറ്റ് പോലത്തെ ഒരു സാധനമാണ്, ചെറിയൊരു സ്ക്വയർ ഷേപ്പിലുള്ളത് എന്താണെന്ന് തോന്നും. പക്ഷേ ഈ സെൻസറിൽ മില്യൺസ് ഓഫ് പിക്സൽസ് ഉണ്ട്. എന്താണ് പിക്സൽസ്? പിക്സൽസ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് തരത്തിൽ പറയാം. ഒരു ഇമേജിൻ്റെ, ഒരു ഡിജിറ്റൽ ഇമേജിൻ്റെ ഏറ്റവും ചെറിയ ഒരു അംശത്തെ, ഏറ്റവും ചെറിയ ഒരു ഫ്രാക്ഷനെ നമുക്ക് പിക്സൽ എന്ന് പറയാം. അതുപോലെ ഒരു സെൻസറിൻ്റെ ഏറ്റവും ചെറിയ ഫോട്ടോ സൈറ്റിനെ നമുക്ക് പിക്സൽ എന്ന് വിളിക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കുമ്പോൾ ഫസ്റ്റ് ഈ ലൈറ്റ് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഈ ഫോട്ടോ സൈറ്റിൽ ലൈറ്റ് വന്ന് പതിക്കുകയും ഈ ലൈറ്റ് കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇതിൽ വന്ന് പതിച്ച ഈ ചാർജുകളെ ഇത് ഒന്നായത് ചാർജ് അക്യുമുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ സെൽസുകൾ, ഈ ഫോട്ടോ സൈറ്റുകൾ ട്രാൻസ്ഫർ ചെയ്ത ചാർജ് വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് അടുത്തത്. ഈ കൺവേർട്ട് ചെയ്ത വോൾട്ടേജിനെ അടുത്ത് ആംപ്ലിഫൈ ചെയ്യുന്നു. ഇത്രയും പ്രോസസ്സാണ് ഒരു സെൻസറിൽ നടക്കുന്നത്. മൊബൈൽ ക്യാമറ, ഡിജിറ്റൽ ക്യാമറയിലൊക്കെ സെൻസറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ സെൻസറുകൾ രണ്ട് തരത്തിലുള്ള സെൻസറുകളുണ്ട്, അതായത് CCDയും CMOSും. എന്താണ് CCD? CCD എന്ന് പറഞ്ഞാൽ ചാർജ് കപ്പിൾഡ് ഡിവൈസ് എന്നും CMOS എന്നാൽ കോംപ്ലിമെൻ്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ എന്നാണ് പറയുന്നത്. അതായത് CCD എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അതായത് 80s-ലും 90s-ലും വളരെ പോപ്പുലർ ആയിരുന്നതും ആ കാലഘട്ടത്തിൽ കണ്ടുപിടിച്ചതുമായ ഒരു കണ്ടുപിടുത്തമാണ് CCD എന്ന് പറയുന്നത്. CMOS എന്ന് പറഞ്ഞാൽ അതിന് ശേഷം വന്ന ഒരു കണ്ടുപിടുത്തമാണ്. എന്താണ് CCD എന്നുള്ളതിലേക്ക് നമുക്ക് നോക്കാം. CCD ചാർജ് കപ്പിൾഡ് ഡിവൈസ്. ഈ സെൻസറിൽ, ഇതൊരു സെൻസറാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഈ സെൻസറിൻ്റെ പ്രതലത്തിൽ പിക്സൽസാണ്. ലൈറ്റ് വന്ന് ഈ പിക്സൽസിൽ വന്ന് പതിക്കുമ്പോൾ ഈ പിക്സൽ ചെയ്യുന്നത് ലൈറ്റിനെ ചാർജുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ ചാർജുകളായിട്ട് കൺവേർട്ട് ചെയ്ത ഈ ചാർജ് ഈ ഡയഗ്രത്തിൽ കാണുന്നത് പോലെ തന്നെ ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്ത് വെർട്ടിക്കലായിട്ടാണ് ഇതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. അതായത് ഒരു പിക്സലിൽ നിന്നുള്ള ചാർജുകൾ മാത്രമേ ഒരു സമയത്ത് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. ഈ ട്രാൻസ്ഫർ ചെയ്ത ചാർജ് വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ വോൾട്ടേജിനെ ആംപ്ലിഫയർ ചെന്നിട്ട് ആംപ്ലിഫൈ ചെയ്യുന്നു. ഇതാണ് ഒരു സെൻസറിൻ്റെ പ്രവർത്തനം. ഈ CCDയുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് ഒരു പിക്സലിലെ ചാർജുകളെ മാത്രമേ ഇത് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ എന്നുള്ളതാണ്. അതിനകത്ത് തന്നെ ഈ സെൻസറിലുള്ള മുഴുവൻ പിക്സൽസിൻ്റെയും ചാർജുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി കൂടുതൽ ടൈം എടുക്കുന്നു. ഇതാണ് ഇതിനകത്തുള്ളൊരു ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സെൻസറുകൾ, അതായത് CCD സെൻസറുകൾ ഉപയോഗിക്കുന്ന ക്യാമറകളിൽ കൂടുതൽ പവർ കൺസപ്ഷൻ ഉണ്ട്. അതായത് കൂടുതൽ ചാർജ് വേണം ഈ CCD സെൻസർ പ്രവർത്തിക്കാൻ ഉള്ളത് എന്നുള്ളതും ഇതിൻ്റെ ഒരു ഡീമെറിറ്റ്സ് ആയിട്ട് പറയാം. ഇത് 80s 90s തുടങ്ങിയ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു സെൻസറാണ് ഈ CCD സെൻസർ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ രീതിയിലാണ് CCD സെൻസറുകൾ പ്രവർത്തിക്കുന്നത്. കോംപ്ലിമെൻ്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ, ഇതിനെ നമുക്ക് CMOS സെൻസർ എന്ന് പറയാം. CMOS സെൻസറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിക്സൽസിൽ, ഓരോ പിക്സൽസിലും ഇതിനകത്ത് ആംപ്ലിഫയർ ഉണ്ടെന്നുള്ളതാണ്. ആംപ്ലിഫയർ ഉള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് വരുന്ന ഒരു പിക്സലിൽ വന്ന് പതിക്കുന്ന ലൈറ്റിനെ ചാർജുകളായിട്ട് കൺവേർട്ട് ചെയ്ത് ആംപ്ലിഫൈ ചെയ്തിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഡയഗ്രത്തിലെ പോലെ തന്നെ ഓരോ പിക്സൽസിൽ നിന്നും ഔട്ട്പുട്ട് വരാനായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ട്. ഈ പിക്സൽസിൽ നിന്ന് വരുന്ന ഡാറ്റ ആദ്യത്തെ, അതായത് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് പോലെ മുകളിൽ നിന്ന് ഓരോ ലൈൻ ബൈ ആയിട്ടാണ് ഇതിൽ നിന്നുള്ള ഡാറ്റ പുറത്തേക്ക് വരുന്നത്. ഇത് CCD സെൻസറിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ഇമേജുകളെ അല്ലെങ്കിൽ ഡാറ്റയെ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്ന ഒരു സെൻസറാണ്. അതുപോലെ ഇതിൻ്റെ കോസ്റ്റ് വൈസ് ആണെങ്കിലും CCDയേക്കാൾ വളരെ കുറവാണ്. CMOS സെൻസർ പ്രവർത്തിക്കാനുള്ള പവർ കൺസപ്ഷൻ വളരെ കുറവാണ് എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത തന്നെയാണ്. CMOS സെൻസറിൻ്റെ ഡീമെറിറ്റ്സ്, അതായത് ലോ ലൈറ്റ് സിറ്റുവേഷനിൽ വളരെ നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതുണ്ട്. അതുപോലെ തന്നെ ഒരു കറങ്ങുന്ന ഫാനിൻ്റെ ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ലീഫ് വളരെ ബെൻഡായ രീതിയിൽ, അതായത് വളഞ്ഞ രീതിയിൽ വരുന്നു എന്നുള്ളതാണ്. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഇങ്ങനൊരു ബെൻഡിങ് വരുന്നുണ്ട്. അത് എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അഡ്വാൻസ്ഡ് ക്യാമറകളിൽ ഗ്ലോബൽ ഷട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂനതയെ നമുക്ക് മറികടക്കാൻ കഴിയുന്നുണ്ട്.
ഈ സെൻസറിൻ്റെ സൈസ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ സെൻസർ ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഇരിക്കുന്നത്. സെൻസറിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത് ഈക്വൽ ടു എത്ര വരുന്നു അതാണ് സെൻസർ സൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ മീഡിയം ഫോർമാറ്റ്, ഫുൾ ഫ്രെയിം, APS-C സെൻസർ, MFT മൈക്രോ ഫോർ തേർഡ് സെൻസർ, 1/2 ഇഞ്ച് സെൻസർ, 2/3 ഇഞ്ച് സെൻസർ, അങ്ങനെ നിരവധി സെൻസർ സൈസുകൾ അവൈലബിൾ ആണ്. അത് ഓരോ ക്യാമറയുടെയും ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ചും ഓരോ ക്യാമറയുടെ കോസ്റ്റും അതിൻ്റെ പർപ്പസും അനുസരിച്ചിട്ടാണ് ഈ സെൻസർ സൈസുകൾ ഓരോ ക്യാമറയ്ക്കകത്ത് ഫിക്സ് ചെയ്യുന്നത്. മീഡിയം ഫോർമാറ്റ് ക്യാമറകൾ ഇപ്പോൾ നിർമ്മിക്കുന്ന മാമിയ, ഫേസ് 1, ഹാസബ്ലൈഡ് തുടങ്ങിയ ക്യാമറ കമ്പനികളാണ്. വേറെയും കമ്പനികളുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ മീഡിയം ഫോർമാറ്റാണ് ഇതിൻ്റെ സെൻസർ എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ, അതായത് ക്യാമറ കവർ ചെയ്യുന്ന ഏരിയ വളരെ കൂടുതലായിരിക്കും. ഞാനിപ്പോൾ ഒരു പിക്ചർ കാണിക്കാം. ആ പിക്ചറിൽ പോലെ തന്നെ വളരെ കൂടുതലായിട്ടുള്ളൊരു ഏരിയ, അതായത് കുറച്ച് വൈഡർ ഏരിയ ഈ ക്യാമറയിൽ മറ്റ് ക്യാമറ എന്ന് പറയുമ്പോൾ ഫുൾ ഫ്രെയിം ക്യാമറയെ അപേക്ഷിച്ചിട്ട് മീഡിയം ഫോർമാറ്റ് ക്യാമറകൾ കുറച്ചുകൂടി ഫീൽഡ് ഓഫ് വ്യൂ കൂടുതലാണ്. അതുപോലെ തന്നെ കുറച്ചുകൂടി വൈഡർ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ലാൻഡ്സ്കേപ്പ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ ഈ മീഡിയം ഫോർമാറ്റ് ക്യാമറകൾ വളരെ നല്ലതാണ്. ഇതിനകത്ത് ഏരിയ കൂടുതലായതുകൊണ്ട് ഇതിനകത്തുള്ള പിക്സൽസ് നമ്പേഴ്സും വളരെ കൂടുതൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഹൈ എൻഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റുകളിലൊക്കെ ഈ മീഡിയം ഫോർമാറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഫുൾ ഫ്രെയിം സെൻസറിൻ്റെ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് 36x24 mm എന്നുള്ളതാണ്. ഇത് പഴയ 35 mm ക്യാമറ റോൾ ഫിലിമിൻ്റെ അതേ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് തന്നെയാണ്. അതായത് അതേ ഫിലിം ഗേജിൻ്റെ തന്നെ ഡയമെൻഷൻസ് എടുത്തിട്ടാണ് ഈ ഫുൾ ഫ്രെയിം സെൻസർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പക്ഷേ മറ്റ് ബ്രാൻഡുകൾ, ചില ബ്രാൻഡുകളിൽ ഈ സെൻസറിൻ്റെ ഈ സൈസ് 35.5 mm എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 23 പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയ രീതിയിൽ വേരി ചെയ്യുന്നുണ്ട്. പക്ഷേ ആക്ച്വലി ഈ 35 mm പഴയ ഓൾഡ് 35 mm, ഓൾഡ് എന്ന് ഞാൻ പറയുന്നത് റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിലിം കാലഘട്ടത്തിൽ, ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ എറയാണ്, ഫിലിം കാലഘട്ടത്തിൽ 35 mm ഹൈറ്റ് ആൻഡ് വിഡ്ത്താണ് ഈ ഫുൾ ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള റീസൺ എന്ന് പറയുന്നത്. മീഡിയം ഫോർമാറ്റ് ക്യാമറയേക്കാൾ അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഒരു ഡയമെൻഷൻസ് ആണ് ഈ ഫുൾ ഫ്രെയിമിൽ വരുന്നത്. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ താഴെ APS-C സെൻസറുണ്ട്. APS-C സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഫ്രെയിമിനേക്കാളും ചെറുതാണ്. അതിൻ്റെ താഴെയുള്ള സെൻസർ എന്ന് പറയുന്നത് മൈക്രോ ഫോർ തേർഡ് സെൻസറാണ്. അതിനുശേഷം 1 ഇഞ്ച് സെൻസറുണ്ട്. അതിനുശേഷം 2/3 ഇഞ്ച് സെൻസറുണ്ട്. അങ്ങനെ നിരവധി സെൻസർ സൈസുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് ഓരോ തരത്തിലുള്ള പർപ്പസുകൾക്കനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഫുൾ ഫ്രെയിം ക്യാമറകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വെഡ്ഡിങ്ങിനൊക്കെ ഫുൾ ഫ്രെയിം ക്യാമറകളാണ്. അത്യാവശ്യം പ്രൊഫഷണൽ വർക്കുകൾക്കെല്ലാം ഫുൾ ഫ്രെയിം ക്യാമറകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഫുൾ ഫ്രെയിം ക്യാമറയും APS-C ക്യാമറയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ ഭയങ്കര കൂടുതലാണ്. ഏറ്റവും ആദ്യത്തെ നമ്മൾ പറയുകയാണെങ്കിൽ മീഡിയം ഫോർമാറ്റ് ക്യാമറയുടെ ഫീൽഡ് ഓഫ് വ്യൂവിനേക്കാൾ കുറവാണ് ഫുൾ ഫ്രെയിം ക്യാമറയുടെ ഫീൽഡ് ഓഫ് വ്യൂ. അതിലും കുറവാണ് APS-C സെൻസറിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ. അതിലും ചെറുതാണ് MFTയുടെ ഫീൽഡ് ഓഫ് വ്യൂ. അപ്പോൾ ഇങ്ങനെ സെൻസറിൻ്റെ സൈസ് കുറയുന്നതനുസരിച്ച് ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂവും കുറഞ്ഞു വരുന്നു. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പിക്ചറിലെ പോലെ തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന്, അതായത് ഒരേ ഡിസ്റ്റൻസിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിൻ്റെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഇതിനകത്ത് ഈ ക്യാമറ കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്. ഓരോ ആവശ്യങ്ങൾക്കനുസൃതമായിട്ടാണ് ഓരോ ക്യാമറയും സെൻസറുകൾ ഉപയോഗിക്കുന്നത്, അതിൻ്റെ സൈസ് തീരുമാനിക്കുന്നത്. സെൻസറിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ക്യാമറയുടെ കോസ്റ്റും കൂടും. പക്ഷേ ചില ആവശ്യങ്ങൾക്കായിട്ട്, ഇപ്പോൾ എക്സാമ്പിൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്കകത്താണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ക്രോപ്പഡ് സെൻസർ എന്ന് പറയും. അതായത് APS-C സെൻസറുകളൊക്കെയാണ് ഫോട്ടോസ് എടുക്കാനായിട്ട് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഏരിയ, അതായത് ഏരിയ കവർ ആവേണ്ട, അവർക്ക് കുറച്ചുകൂടി നാരോ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഫോക്കൽ ലെന്ത് കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ടെലി ആയിട്ടുള്ള ഏരിയയിലേക്കുള്ള ഇമേജസാണ് കൂടുതൽ എടുക്കേണ്ടത്. ഒരു ബേർഡ് ഫോട്ടോഗ്രാഫി എടുക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ ഒരിക്കലും ഈ ഫുൾ ഫ്രെയിമിലേക്കോ മീഡിയം ഫോർമാറ്റിലേക്കോ വരില്ല. ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടും ഈ സെൻസർ സൈസ് ഓരോ ആളുകൾ നോക്കി മേടിക്കുന്നത്. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സെൻസറുകളും സെൻസർ സൈസുകളും.